സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. പാപികൾക്കായി വലഞ്ഞലഞ്ഞതും ആടുകൾക്കായി ജീവൻ വെടിഞ്ഞതും പാടുകൾ പെട്ടതും ആർനായക, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. 1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും സ്നേഹിക്കുന്നു. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയം സ്നേഹമെന്നുള്ളതാണ്. അതിൻ്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത് ദൈവം തന്നെ സ്നേഹം, അല്ലാതെ വേറെ ആരുമല്ല. നാം ഈ ലോകത്തിൽ കാണുന്ന സ്നേഹത്തിനെല്ലാം പരിധിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളമോ ഉയരമോ ആഴമോ ഒന്നും ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല. നാം ഒരു സമുദ്രത്തിൻ്റെ കരയിൽ ചെന്നിട്ട് കൈക്കുമ്പിളിൽ ഒരു തുള്ളി വെള്ളമെടുക്കുക, അല്ലെങ്കിൽ ഒരു കൈ വെള്ളമെടുക്കുമ്പോൾ നാം പറയും ഇത് മൊത്തമായെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ആ സ്നേഹത്തിൻ്റെ ഒരു കോണി മനസ്സിലാക്കിയിട്ടുള്ളതേ ഉള്ളൂ, മനുഷ്യ സ്നേഹം. എന്നാൽ ദൈവ സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു സമുദ്രം പോലെയാണ്. അതിൻ്റെ അക്കരെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല, അതുപോലെ വിശാലമാണ്. ആ ദൈവമാണ് നമ്മെ ആദ്യമായി സ്നേഹിച്ചത്. ദൈവം നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഓമനപുത്രനായ യേശു ക്രിസ്തുവിനെ നൽകിയതിലൂടെ. ആരെ സ്നേഹിച്ചു? മുഴുവൻ ലോകത്തെയും സ്നേഹിച്ചു. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം പറയുന്നത്: തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം മുഴുവൻ ലോകത്തെയും യേശു ക്രിസ്തു സ്നേഹിച്ചു. യേശു ക്രിസ്തു മുഴുവൻ ലോകത്തെയും സ്നേഹിച്ചു. യേശു പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഇവിടെ ഈ ഭാഗത്ത് 1 യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിന് 4-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും
മനുഷ്യ സ്നേഹവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് കാണുന്നത്. ഇവിടെ പറയണം, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ബൈബിളിലൂടെ സംസാരിക്കുന്ന ഇതാണ്, നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ടാണ് നാം അന്യോന്യം സ്നേഹിക്കേണ്ടത്? കാരണം സ്നേഹം മനുഷ്യനിൽ നിന്നല്ല, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വാസം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ് സ്നേഹം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നു, എന്നിൽ പരിശുദ്ധാത്മാവ് വന്നു, അതുകൊണ്ട് നമ്മളിൽ ആ ഫലം വരുന്നു എന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാര്യം സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നാണ് ജനിച്ചേക്കുന്നത്. ഇവിടെ പറയാണ്, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. എന്നിട്ട് പറയാം, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർ. എന്നിട്ട് പറയാം, സ്നേഹിക്കാത്തവരോ അവർ ദൈവത്തെ അറിഞ്ഞിട്ടേ ഇല്ല. കാര്യം എന്നാ? ദൈവം സ്നേഹം തന്നെ. ഇത് ബൈബിളിൽ അതിപ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്നിട്ട് പറയാണ്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, ഏകജാതനായ പുത്രനെ എന്ത് ചെയ്തു? നാം യേശുക്രിസ്തു മുഖാന്തരം ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു. കാൽവറിയിൽ മരിക്കത്തക്കവണ്ണം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് പ്രത്യക്ഷമായത്. എന്നിട്ട് പറയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. നാം ദൈവത്തെ ആദ്യം യേശു നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല. എന്നിട്ട് അവൻ നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു. എന്നാ സ്നേഹിച്ചത്? എന്നെയും നിങ്ങളെ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ യേശുക്രിസ്തു മുഖാന്തരം ദൈവം സ്നേഹിച്ച് കഴിഞ്ഞതാണ്. ഇവിടെ പറയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. നമ്മൾ അടിയേക്കേണ്ട സ്ഥാനത്ത് പുത്രനെ അയച്ച് പുത്രൻ അടിയേറ്റ് അതിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നു. അവിടെ പറയണം, അങ്ങനെ പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെയാണ് സാക്ഷാൽ സ്നേഹം. ഇതാ ദൈവത്തിൻ്റെ സ്നേഹം പറയാണ് ഈ ഭാഗത്ത്. അവിടെ പറയാണ്, പ്രിയമുള്ളവരെ ദൈവം ഇങ്ങനെ ഇനിയും പറയാണ്, ദൈവം ഇങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്. എങ്ങനെയാണ്? പുത്രനെ അയച്ച്. നാം പാപിയായിരിക്കുമ്പോൾ തന്നെ പുത്രനെ നമുക്ക് പകരമായി പ്രായശ്ചിത്തമാക്കുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കി തീർത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകും. എന്നിട്ട് പറഞ്ഞ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. ഒരു സഭയിലായിക്കോട്ടെ, ഒരു കുടുംബത്തിലായിക്കോട്ടെ, നാം പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളിൽ വസിക്കുന്നു. കാര്യം എന്നാ? ഈ സ്നേഹമെന്ന് പറയുന്ന സ്വഭാവം മനുഷ്യൻ്റേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അത് സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് അവൻ സ്നേഹിക്കാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവ് അവനിൽ വന്നതുകൊണ്ടാണ്. നമ്മുടെ കഴിവല്ല നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. നമ്മളിൽ ഒരാൾ വന്ന് ആളിൻ്റെ സ്വഭാവം നമ്മളിലോട്ടാകുകയാണ്. പണ്ട് ആളുകൾ പറയും, മുല്ലപ്പൂവും പൊടി ഏറ്റ് കിടക്കും, കല്ലിന് പോലും ഒരു സൗരഭ്യം വരുമെന്ന് വെച്ചാൽ, ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവർ, യേശുക്രിസ്തുവുമായി ബന്ധത്തിൽ ജീവിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, ആ ദൈവ സ്വഭാവം നമ്മളിലേക്ക് വരുന്നതാണ്. അതാണ് നമ്മൾ സ്നേഹിക്കുന്നതല്ല, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വരികയാണ്. അവിടെ പറയാം, നാം അന്യോന്യം സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മളിൽ എന്ത് ചെയ്യുക? വസിക്കുന്നു. അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ എന്നിപ്പം ലാസ്റ്റിൽ പറയാണ്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നതും കളനാകുന്നു. എന്നിട്ട് പറയണം, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത സഹോദരനെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ അറിയുന്നത്? നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, പ്രിയപ്പെട്ടവരായിക്കോട്ടെ, അവരെ സ്നേഹിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം വസിപ്പുണ്ട്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്.
എന്താ അതിൻ്റെ പ്രകടനം ഇവിടെ ഭൂമി കാണാൻ കഴിയും. പറഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്നത് കൽപ്പന ആവെങ്കിലും നമുക്ക് ആദ്യം ലഭിച്ച കൽപ്പനയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. അപ്പം 2 കാര്യങ്ങളാണ്. ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പോകണം. സഹോദരനെയും നമ്മൾ സ്നേഹിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളിന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ ഓമന പുത്രനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെയാണല്ലോ സാക്ഷാൽ സ്നേഹം. ആ സ്നേഹം തിരിച്ചറിയാനും ആദ്യം ഞങ്ങളെ അങ്ങനെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങളും സ്നേഹിക്കാനും മറ്റ് സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടിലാക്കിയിരിക്കുന്നവരെയും സഭയിലാക്കിയിരിക്കുന്നവരെയും സ്നേഹിക്കാൻ അവിടുന്ന് കൽപ്പന തന്നതുകൊണ്ട് ആ കൽപ്പന അനുസരിക്കാനും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല.